രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അഭിലാഷ് മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭ്യമാകുന്നത് യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നതാണ്. വിവരങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. രാഹുൽ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം. രാഹുലിന്റെ രാജി സംബന്ധിച്ച് AICC നിശിതമായ നിലപാടെടുത്തിരുന്നു. അതനുസരിച്ച് രാജിവെച്ചു എന്നുള്ളതിനേക്കാൾ രാഹുലിന്റെ രാജി വാങ്ങി എന്നുള്ളതാണ് വാസ്തവം. കോൺഗ്രസ് ദേശീയ നേതൃത്വം, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കേരള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ രാജി വാങ്ങിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. പ്രമാദമായ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിലെ ആകെ ഉപശാല വർത്തമാനമായിരുന്ന കാര്യം റിനി ആൻ ജോർജ് എന്ന മുൻ മാധ്യമ പ്രവർത്തക തുറന്നു പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ പുറത്തു വരികയായിരുന്നു. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം, രാഹുൽ ഗാന്ധി അടക്കം ഒരുപക്ഷെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാകാം. എന്തായാലും AICC ഇക്കാര്യത്തിൽ നിശിതമായ നിലപാട് സ്വീകരിച്ചു. ദീപാദാസ് മുൻഷി സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ നിലപാട് നൽകിയപ്പോൾ അമൽ തേനമ്പർമൻ നമ്മോടൊപ്പം ഉണ്ട്. അമൽ, ദീപാദാസ് മുൻഷി ഇന്ന് വളരെ കൃത്യമായി തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകിയിരുന്നു. വളരെ പെട്ടെന്നാണ്, ഇന്ന് ഉച്ച ആവുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടം തെറിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് പോവുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ KSU സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം NSUവിന്റെ ചുമതല വഹിച്ചിരുന്നയാൾ, അതിനുശേഷം പിന്നീട് യൂത്ത് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അതിനുശേഷം അബിൻ വർക്കിയുമായി കരുത്തുറ്റ ഒരു പോരാട്ടം. അങ്ങനെ ഒരു പോരാട്ടത്തിൽ ഏകദേശം 53,000 അടുത്ത് ഭൂരിപക്ഷത്തിൽ, 53,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള രാഹുലിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. കൈവച്ച മേഖലയിലെല്ലാം നേട്ടം കൈവരിച്ച് രാഹുൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒടുവിൽ പാലക്കാടിന്റെ MLA എന്നുള്ള നിലയിൽ നിയമസഭയിലേക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം MLA സ്ഥാനം രാജിവെക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രസിഡന്റ് ഇല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. രാഹുൽ MLA സ്ഥാനത്ത് തുടരട്ടെ എന്നുള്ളതാണോ കോൺഗ്രസ് വിചാരിക്കുന്നത്? അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കൊണ്ട് മാത്രമായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇടത് നേതാക്കളും അതോടൊപ്പം തന്നെ BJPയുടെ ക്യാമ്പിൽ നിന്നുമെല്ലാം MLA സ്ഥാനം രാജിവെക്കണം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു നടപടി മാത്രമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പൊതുപ്രവർത്തകനായി നിൽക്കുന്ന പാലക്കാടിന്റെ MLA ആയിരിക്കുന്ന രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് BJPയും LDF ക്യാമ്പും. പക്ഷേ UDF അതിന് നൽകുന്ന ഒരു വിശദീകരണം, കോൺഗ്രസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് നേരത്തെ 2 MLA മാർക്കെതിരെ സമാനമായി തന്നെയുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. അന്നൊന്നും രാജിവെച്ചിട്ടില്ല. പണ്ടത്തെ ചരിത്രമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വിൻസെന്റ് MLA വിഷയം ഉയർന്നു വന്നപ്പോൾ വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ട, പാർട്ടി പദവികളിൽ നിന്ന് മാത്രം മാറ്റി നിർത്തിയാൽ മതി എന്നൊരു തീരുമാനമെടുത്തു. പിന്നീട് എൽദോസ് കുന്നപ്പള്ളിയുടെ വിഷയത്തിലും സമാനമായി തന്നെയുള്ള ആരോപണം ഉയർന്നു വന്നപ്പോൾ, പരാതി ഉണ്ടായപ്പോൾ, കേസുണ്ടായപ്പോൾ അന്നും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ആരോപണം ഉയർന്നിട്ടുള്ള MLA മാർ രാജിവെച്ചിട്ടില്ല. ഇവിടെ ഭരണപക്ഷത്ത് നിന്ന് M മുകേഷിനെതിരെ ആരോപണം ഉയർന്നിരുന്നു. മുകേഷിന് രാജിവെച്ചിരുന്നില്ല. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടായിരിക്കാം ഒരുപക്ഷെ പ്രശാന്ത് കൂടി തുടരുന്നുണ്ട്. പ്രശാന്ത്,